ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് എനിക്ക് വേളൂരി കൊണ്ട് പീര പറ്റിക്കാൻ പോകണേ. ഓക്കെ, 1/2 കിലോ വേളൂരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കൊഴുവയല്ല, നന്തൽ പോലെന്ന് പറഞ്ഞൊരു മീനുണ്ട് ഇതുപോലത്തെ, അതല്ല, പിന്നെ നെത്തോലി വലുത്, ഇത് വേളൂരിയെ. അന്നേരം ഇത് മാങ്ങയിട്ട് പീര പറ്റിക്കാനാണേ. ആദ്യം ഇനി അടുപ്പ് കത്തിക്കാം. നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റൗ കത്തിക്കേ. ചട്ടി ചൂടാവട്ടെ. ഈ ചൂടായ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മതി. എണ്ണ ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തേ. കടുകെല്ലാം ഒന്ന് പൊട്ടട്ടെ. നമ്മളെ കടുകെല്ലാം നല്ല പൊട്ടി വരുന്ന ഈ പൊട്ടിയ കടുകിലോട്ട് ഒരു 4 പച്ചമുളക് ഗ്രേറ്റ് ചെയ്ത്, 2 അല്ലി വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തത്, 1 കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത്, ഒരു 10-12 ചെറിയ ഉള്ളിയിലെ സാമ്പാർ ഉള്ളി അത് ഗ്രേറ്റ് ചെയ്തത്, ഇതെല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ചെറിയൊരു പിന്നെ പച്ചമണം മാറത്തില്ലേ, അതുവരെ ഒന്ന് വഴറ്റാം, ചെറുതായിട്ടൊന്ന്. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇനി ഇതിനകത്ത് ഒരു 3-4 തണ്ട് കറിവേപ്പില ഊരിയിട്ട് കൊടുക്കേ. ഇതിനകത്ത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ സ്പൂണാണേ. ഒരു 1 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതിയേ. തീ ഒന്ന് മീഡിയത്തിൽ കിടക്കുമായിരുന്നു, ഒന്ന് കുറച്ച് കൊടുത്തേ. ഇതിനകത്ത് 1 മുറി തേങ്ങ ചിരകിയത് അതിട്ട് കൊടുക്കാം. തേങ്ങയൊന്നും ഭയങ്കരമായിട്ട് വഴലുമൊന്നും വേണ്ട, അതൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതൊന്ന് അത്രയും മതിയേ. ഒരു 10 സെക്കൻഡ്. പിന്നെ ഒരു നുള്ള് മല്ലിപ്പൊടി, ഒരു നുള്ള് ഉലുവാപ്പൊടിയേ. ഇനി ഇതിനകത്ത് ഞാൻ 4 പച്ചമുളക് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തതാണ്, എരിയുള്ള പച്ചമുളകാണ്. അതിനകത്ത് ഒരു 1.5 ടീസ്പൂൺ ചതച്ച പിരിയമുളക്,
ഇനി ഇതിനകത്ത് ഒരു ശകലം വെള്ളം ഒഴിക്കാം. ഇച്ചിരി കൂടെ ഒഴിക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്ത് തീ സിമ്മിലിട്ടേക്കുമാണ്. 1 മിനിറ്റ് ഒന്നൊന്ന് അരപ്പൊന്ന് വെന്തോട്ട്. ചെറിയൊരു അരപ്പിനൊരു വേവൽ വരണേ. 1 മിനിറ്റ് അടച്ചിട്ട് കൊടുത്താൽ മതി. നമുക്ക് അരപ്പ് നോക്കാം. 1 മിനിറ്റ് ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലോട്ട് പുളിയുള്ള മാങ്ങയാണ്, ചെറിയൊരു മാങ്ങ, അതും ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഈ മീനില്ലേ കഴുകി വെച്ചേക്കുന്നത്, അതും ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇങ്ങനെ തട്ടി പൊത്തി വെച്ചിട്ട് അപ്പോൾ തവിയൊക്കെ ഇട്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇനി ഇത് വെന്ത് കഴിഞ്ഞാൽ തവി ഒരറ്റം വെച്ച് ഇളക്കാൻ കൊടുക്കാവേ. ഇനി ഇതൊന്ന് കവർ ചെയ്തിട്ട് ഇതൊരു 4-5 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. തീരെ കുറഞ്ഞ് തന്നെ കിടക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. നമ്മൾ വേളൂരി ഞാനിപ്പോൾ ഇട്ടിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞേ, ഒന്ന് നോക്കട്ടെ. നോക്കിയാൽ അതിൽ നിന്ന് തന്നെ വെള്ളം, മാങ്ങയുടെയും നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഇല്ലേ ആദ്യം തേങ്ങയ്ക്കകത്ത്, അതൊക്കെ തന്നെ ഉള്ളു. ഞാൻ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാതെ. തീ കൂട്ടിയിടരുത്. കാര്യം തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇത് ചട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഒന്നും പിടിച്ചിട്ടില്ല, വേണ്ട. തൊട്ടാപ്പൊടി ഒരു നല്ല ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നല്ല അമക്കി ഇളക്കി കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് പിന്നെ ഒന്നുകൂടെ കിടക്കടിക്കണേ. ഒരു 4 മിനിറ്റ് ഇനിയും കിടക്കട്ടെ. തീരെ കുറച്ചിട്ടേക്കുക. നമ്മുടെ മീൻ നോക്കേ. ഓക്കെ, നല്ല മണം. ഓക്കെ, ഞാൻ ഈ ഗ്യാസ് ഓഫാക്കി കൊടുക്കേ. ചെറുതായിട്ട് ഇളക്കി കൊടുക്കേ. ഇത് പൊടിഞ്ഞു പോവും. എന്താ, അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഇത് നല്ല എരിയുണ്ട്. പച്ചമുളക് നല്ല എരിയുള്ള പച്ചമുളകാണ്. അതുകൊണ്ട് ഞാൻ മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കാതിരുന്നത്. പിന്നെ ഫ്രഷ് മുളക് ഇട്ട് കൊടുത്തിട്ടില്ലേ. ഓക്കെ, നല്ല സൂപ്പർ ടേസ്റ്റിലൊരു മാങ്ങ ഇട്ട് വറ്റിച്ച വേളൂരി. ഈ മീൻ നല്ല ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് ഇത് മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ടാണ് ഞാൻ ചെറിയ മാങ്ങ ഇട്ടത്. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.